പുതുവത്സരമായിക്കൊണ്ട് രാവിലെ എണീറ്റ് മഞ്ഞ് നീക്കേണ്ടി വന്നവർ എത്ര പേരുണ്ട്? ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മഞ്ഞ് എങ്ങനെ ഏതൊക്കെ ടൂൾസ് ഉപയോഗിച്ച് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാം എന്നതിനെ പറ്റിയാണ്. എനിവേ, ടു സ്റ്റാർട്ട് വിത്ത് ഈ ഒരു ഷവൽ. ഇതാണ് നമ്മുടെ എല്ലാവരുടെയും ബേസിക് ആയിട്ടുള്ള സാധനം. ഇത് വെച്ചിട്ടാണ് പലരും സ്നോ പ്ലോയിങ് തുടങ്ങുന്നത് തന്നെ. പക്ഷെ ഇതിനുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിങ്ങനെ കോരി പൊക്കുമ്പോഴത്തേനും നമ്മൾ ഈ കുനിഞ്ഞ് ലിഫ്റ്റ് ചെയ്യേണ്ടി വരും. എന്നാൽ ഞാൻ കാണിക്കാൻ പോകുന്ന അടുത്തത് ഈ ഒരു ഷവലാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ കുത്തി സ്നോ എടുത്തതിന് ശേഷം ഇങ്ങനെ പൊക്കി ഇങ്ങനെ ഒന്ന് തള്ളിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മഞ്ഞ് അങ്ങ് ക്ലിയർ ചെയ്യും. മഞ്ഞ് കോരി എടുത്ത് എറിയാനായിട്ട് എളുപ്പമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് സ്നോ ഷവൽ ഉണ്ടെങ്കിലും ഇതൊരെണ്ണം എക്സ്ട്രാ വാങ്ങി വെക്കുന്നത് നല്ലതായിരിക്കും. മൂന്നാമത്തേനാണ് ഇവൻ ഇലക്ട്രിക് ഷവലാണ്. ഒരു കുറഞ്ഞ ലെവലിലുള്ള സ്നോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കളക്ട് ചെയ്ത് ദൂരേക്ക് ഇത് പുഷ് ചെയ്ത് കളയും. പക്ഷേ വിൻഡൊക്കെ ഉള്ളൊരു ദിവസമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വർക്ക് ആവത്തില്ല. ഇതിങ്ങനെ ഒത്തിരി പൊക്കത്തിലോട്ടാണ് ഇത് സ്പ്രേ ചെയ്യുന്നത്. അപ്പോൾ വിൻഡൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മോന്തക്കിട്ട് തന്നെ തിരിച്ച് ഈ മഞ്ഞ് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഡെക്കൊക്കെ ചെയ്യാനായിട്ട് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു സാധനമാണ്. അടുത്തതാണ് ഈ ഇലക്ട്രിക് സ്നോ ബ്ലോവർ. ഇതിന് ബ്രാൻഡ് ന്യൂ മേടിക്കുകയാണെന്നുണ്ടെങ്കിലും യൂസ്ഡ് മാർക്കറ്റ് പ്ലേസിൽ നിന്ന് മേടിക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു $100-200 നമുക്ക് ഈ ഒരു ഇലക്ട്രിക് സ്നോ ബ്ലോവർ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒരു ആക്ച്വൽ സ്നോ ബ്ലോവറിന്റെ അത്രയും പവർ ഇല്ലെങ്കിലും പൊതുവേ ഉള്ള ഡ്രൈവേയും കാര്യങ്ങളും ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. ഇതിൽ ബാറ്ററി പവേർഡ് വെർഷൻസ് ഉണ്ട്. ബാറ്ററി പവേർഡ് വെർഷൻസിന് വില കൂടുതലായിരിക്കും ഒബ്വിയസ്ലി. പക്ഷേ ഇത് കോഡഡ് ആണെന്നുണ്ടെങ്കിൽ ആ കോഡിന്റെ ഒരു അസൗകര്യം ഉണ്ടെന്നേ ഉള്ളൂ. യൂസ്ഡ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പ്ലേസിൽ നിന്ന് 80 തൊട്ട് 120 വരെ നമുക്ക് ഈ സ്നോ ബ്ലോവർ നമുക്ക് കിട്ടും. നിങ്ങൾ സ്നോ ഷവലിൽ നിന്നും ഇലക്ട്രിക് സ്നോ ഷവലിൽ നിന്നും അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതേസമയം നിങ്ങൾക്ക് ഒരു ഗ്യാസ് പവേർഡ് സ്നോ ബ്ലോവറിന്റെ അത്രയും ഒരു ബഡ്ജറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇനി അടുത്തതാണ് ഇവിടുത്തെ രാജാവ്. ഇവൻ കഴിഞ്ഞിട്ടേ വേറെന്തോ ഉള്ളൂ. ഇത് 27 ഇഞ്ച് വിട്ടുള്ള ഗ്യാസ് പവേർഡ് സ്നോ ബ്ലോവർ ആണ്. ഞാൻ യൂസ്ഡ് ആയിട്ട് മാർക്കറ്റ് പ്ലേസിൽ നിന്ന് മേടിച്ചതാണ്. ഇതിപ്പം ഞാൻ വാങ്ങിയിട്ട് 3 വിന്റർ കഴിഞ്ഞു. ഇതുവരെയായിട്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. പിന്നെ ഹെവി ആണ്. കൂടിയ വെർഷൻസിലാണെന്നുണ്ടെങ്കിൽ ടേൺ ചെയ്യുന്ന സിസ്റ്റം ഉണ്ട്. ഇത് സെൽഫ് പ്രൊപ്പല്ലിംഗ് മാത്രമേ ഉള്ളൂ. നമ്മൾ തന്നെ തിരിക്കണം. പക്ഷേ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നോ പ്ലോ ട്രക്കുകൾ വരുമ്പോഴത്തേനും അവർ ഈ മഞ്ഞെല്ലാം കൂടെ തള്ളി ഡ്രൈവേയുടെ സൈഡിലായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സൈഡ് വാക്കിന്റെ സൈഡിലായിട്ട് തള്ളി ഒരു തിട്ട പോലെ ആക്കി വെച്ചേക്കും. സാധാരണ സ്നോ ഷവൽ കൊണ്ടോ ഇലക്ട്രിക് സ്നോ ബ്ലോവേഴ്സ് കൊണ്ട് അത് നീക്കാൻ പറ്റത്തില്ല. ഗ്യാസ് പവർഡ് ആണെന്നുണ്ടെങ്കിൽ നല്ല ഹൈ പവർ ആണ് സാധനം. നമ്മൾ അതിലൂടെ കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്ല് പോലിരിക്കുന്ന സാധനത്തിനെയും പൊടിച്ച് ബട്ടർ പോലെ ക്ലീൻ ചെയ്ത് നമുക്ക് റെഡിയാക്കി തരും. വലിയ എഫേർട്ടൊന്നുമില്ലാതെ നമുക്ക് സ്നോ പ്ലോ ട്രക്കുകൾ തിട്ട പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ക്ലിയർ ചെയ്യാനും നമുക്ക് പെട്ടെന്ന് പരിപാടി നിർത്തി വീടിനകത്ത് കയറാനും നമുക്ക് പറ്റും. ഇതിന്റെ മെയിൻ്റനൻസ് എങ്ങനെയാണ്, എന്ത് ടൈപ്പ് പെട്രോളാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ഇതിനെ സൂക്ഷിക്കേണ്ടത്, ഇതൊക്കെ വേറൊരു വീഡിയോയിൽ ഞാൻ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയാം. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നടുക്കൂടെ ആദ്യം സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ നടുക്കുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 2 സൈഡിലോട്ട് സ്നോ ബ്ലോവർ ഉപയോഗിക്കുന്നതാണ് നല്ലത്. എന്നിട്ട് അങ്ങോട്ട് പോവുക, തിരിച്ചു വരിക, അങ്ങോട്ട് പോവുക, തിരിച്ചു വരിക. ആ ഒരു ലോങ് ലൈൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഈ പരിപാടി തീർത്ത് വീട്ടിനകത്ത് കയറാൻ പറ്റും. ഇത് നിങ്ങളുടെ സ്വന്തം റിയൽറ്റർ അലക്സ്. ഇനിയും ഇതുപോലുള്ള അനേകം വിശേഷങ്ങളും അറിവുകളും കേൾക്കാനും കാണാനും അറിയാനും ലൈക്ക് ആൻഡ് ഫോളോ ഫോർ മോർ.